ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും MLA-യുമായ മുകേഷ്. ഈ ശാപം എന്റെയും കൂടെ തലേ വീഴുമെന്ന എന്റെ ഇപ്പോഴത്തെ പേടി. താനും ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു. ഞാൻ പക്ഷേ ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? അപ്പോൾ അവര് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. പുറത്ത് തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. 2018 വന്നൊരു സാധനമാണ് ഗൈസ്. ഈ ഒരു പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തതാണ്. എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. തന്റെ ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ പ്രമുഖ താരം ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു വിചാരിച്ച് പറഞ്ഞിട്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കോടീശൻ പരിപാടിക്കിടെ മുകേഷ് പലതവണ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചെന്നും മുകേഷിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിച്ചുവെന്നും ടെസ വെളിപ്പെടുത്തുന്നു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മുകേഷ് is a very abusive ആണ്. ഭയങ്കര abusive, characterless person. He doesn't respect. പെണ്ണുങ്ങളും പറഞ്ഞ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. Beats me up in front of his father itself. He's a very violent person. എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ. ശരി, ചത്താ ഞാൻ നാളെ വരാം. ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.